എന്ത് വാങ്ങണ്ടിയേ? ഗിഫ്റ്റാ? ഗിഫ്റ്റ് എന്തിനാ എനിക്ക്? നാളെ എന്റെ എന്താണ്? ഹാപ്പി ടു യു. ഗിഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ഞാനൊന്നില്ല. നമ്മള് പോണേ. ഹലോ ചങ്ങായിമാരെ, അപ്പോൾ ഇതാ എമീഷ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലേ? എവിടുന്നോ മക്കൾ പറയുന്നത് കേട്ടിട്ടാട്ടോ അവൻ പറഞ്ഞത് അവനക്ക് ഗിഫ്റ്റ് വേണമെന്നുള്ളത്. അപ്പോൾ ഗിഫ്റ്റിൻ്റെ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞത്. എമിമോൻ്റെ ബർത്ത്ഡേ ആട്ടോ, സെക്കൻഡ് ബർത്ത്ഡേ ആട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. നമ്മളത് സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയ ഒരു അലമാറാട്ടോ വാങ്ങി കൊടുത്ത്. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ഒരു വെറൈറ്റി ആക്കാമല്ലോ എന്ന് വിചാരിച്ചു അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ അങ്ങനെ വാങ്ങാട്ടോ. ഐശ്വര്യ കല്യാണ മണ്ഡപത്തിൽ ഇന്ന് കല്യാണം ഉണ്ട് കേട്ടോ. ആയിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. നല്ലളത്തുള്ള നമ്മളെ നീമ ഹോം നീഡ്സ്. അപ്പോൾ അവിടേക്കാട്ടോ പോകുന്നത്. അതായത് നല്ലളം ഗിരീഷ് ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ അത് വരുന്നത് നീമ ഹോം നീഡ്സ് കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പാത്രങ്ങളായിക്കോട്ടെ, കുട്ടികൾക്ക് വേണ്ട എന്താ പറയുക സ്കൂളിലൊക്കെ ഉള്ള നോട്ട്സ്, അതായത് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലോസിങ് ടൈമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പോൾ പുറത്തുനിന്ന് തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുക്കറായാലും പാത്രങ്ങളായാലും വലിയ വലിയ ചെമ്പായാലും എല്ലാ സംഭവത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടോ, പിന്നെ നമ്മൾ എമിമോനക്കുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തത് കേട്ടോ. അപ്പം അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കട്ടോ. വാട്ടർ ബോട്ടിൽ, ബോക്സ്, പെൻസില്, എറേസർ, എല്ലാ സാധനവും, നോട്ട് ബുക്ക്, പ്ലേറ്റ്, എല്ലാ സാധനവും ഒരു കുടക്കീഴിൽ എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ചില സാധനങ്ങൾ ഉണ്ടാവില്ല അല്ലേ. അവൾക്ക് എന്താ പറയുക അവരുടെ മനസ്സിലേക്ക് ഇണങ്ങി. എനിക്ക് 2ാമത്തെ വയസ്സാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് വാങ്ങി കൊടുക്കണം എന്നിങ്ങനെ അവനിങ്ങനെ വിചാരിച്ചിട്ടോ. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണുന്ന എടുത്തിട്ട് ബോക്സിലാക്കാട്ടോ ചെയ്തത്. അങ്ങനെ ഞാൻ ആദ്യം നമ്മൾ നേഴ്സറിയിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന റിങ്ങില്ലേ സെറ്റ് ചെയ്യുന്നത്, സ്മോളിന്നോ ബിഗിലേക്ക്, അതായത് അങ്ങനെ റിങ് സെറ്റ് ചെയ്യുന്ന സാധനം കേട്ടോ ഞാൻ ആദ്യം പോയി അവരോട് ചോദിച്ചത്. അപ്പോൾ പിന്നെ അവരെനിക്കത് കാണിച്ചു തന്നിട്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതൊന്നും എടുത്തിട്ടോ. പിന്നെ ഞാൻ അവരോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കയ്യിൽ പിടിച്ചിട്ട് വെള്ളം കുടിക്കുന്ന സംഭവം, വാട്ടർ ബോട്ടിൽ പോലത്തെ നല്ല ചെറിയ കപ്പ് പോലത്തെ സാധനം കേട്ടോ. അപ്പോൾ അതും കിട്ടിയിട്ട് അതൊക്കെ ചെറിയ ചെറിയ വില കിട്ടുള്ളൂ, 150, 120 അങ്ങനെയൊക്കെ ചെറിയ ചെറിയ റേറ്റ്. പിന്നെ അതേപോലെ തന്നെ ബ്ലോക്കുകൾ കേട്ടോ. ഈ ബ്ലോക്കുകൾ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഈ കാറിന് ഒന്നിന് 30 രൂപ കേട്ടോ വരുന്നത്. പിന്നെ ഇതിനൊക്കെ ഈ ട്രെയിനിനൊക്കെ 120 അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഇവിടെ കളിക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ. പിന്നെ മുകളിലത്തെ നിലയിലാണെങ്കിൽ എന്താണ് പറയുക ഊഞ്ഞാലുണ്ട്, അതായത് വലിയ വലിയ കാറുകളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ പാത്രത്തിൻ്റെ ഏരിയയിലേക്ക് പോയിട്ട് അപ്പോൾ അവനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു പ്ലേറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതായത് പലതരത്തിലുള്ള കറികളൊക്കെ വെച്ചത് അങ്ങനത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊടുത്തിട്ടോ. പിന്നെ ഞാൻ അവിടുത്തെ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ വീഡിയോ. പിന്നെ ചെറിയ ചെറിയ ടോയ്സ് ഇവിടെ തന്നെ കേട്ടോ. നമ്മൾ കിച്ചണിൻ്റെ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിലൊന്നും കളിക്കാൻ അവനായിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ടെഡി ബിയർ ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള ടെഡി ബിയർ ഉണ്ട്. മുകളിലൊക്കെ ലൈറ്റ് ഓഫാക്കിയിട്ട് അവിടെയൊക്കെ നമ്മൾ കയറിയിട്ടില്ല. അവരുടെ ടൈം 9 മണി വരെ. നമ്മൾ ഏകദേശം 8:45, 8:50 ആയിട്ടുണ്ട് അവിടെ എത്താൻ കേട്ടോ. ലേറ്റായിപ്പോയി. പിന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയിട്ട് അങ്ങനത്തെ സ്ലേറ്റ് വാങ്ങിയാലോ എന്നുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതി പഠിച്ചോളും മക്കളൊക്കെ. ഇഷാനും റിച്ചൊക്കെ എഴുതുന്ന കാണുമ്പോൾ അവനിങ്ങനെ അവരെ ബുക്കിൽ വന്നിങ്ങോട്ട് പെൻസിലുകൊണ്ട് ഇങ്ങനെ കുത്തി വരയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു സ്ലേറ്റ് എടുത്തിട്ടോ. എല്ലാ സാധനങ്ങളും ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ എന്തൊക്കെയാണ് എടുത്തത് നിങ്ങൾക്ക് കാണട്ടെ കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഇതേപോലത്തെ എന്തെങ്കിലും ഗിഫ്റ്റും കാര്യമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നല്ലോണം നീമ ഹോം നീഡ്സിൽ വിസിറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ അവരോട് എടുത്ത സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു പെട്ടിയിലാക്കിയിട്ട് അവർ എല്ലാം പാക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്കാക്കി അവർ ഗിഫ്റ്റ് വൗച്ചർ കൊണ്ട് പൊതിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ പാക്കിങ്ങും കഴിഞ്ഞ് പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളുണ്ട്. ടോയ്ലറ്റ് ക്ലീനിങ്, അതായത് സ്മെല്ലിൻ്റെത്, സാൽക്കാക്ക് കുറച്ച് പെന്നുകൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ. അപ്പോൾ അതൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് നമ്മളിതാ പാക്കിങ് ചെയ്യുന്നത് കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവർ കവറിലിട്ട് തന്നിട്ട് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ആ സാധനമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്.
അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ എമി ഉറങ്ങിയിട്ടുണ്ടാവും, കാരണം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ആളെ നല്ല ഉറക്കത്തില്ല കേട്ടോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ.